ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ വീണ്ടും പുകയുമ്പോൾ പഴയ കുഴി തോണ്ടി പുതിയ തിരക്കഥയുമായി ഇറങ്ങിയിരിക്കുകയാണ് ചില മാധ്യമങ്ങൾ. 1984-ൽ സന്നിധാനത്ത് നടന്ന ഒരു സിനിമാ ഷൂട്ടിങ്ങിന്റെ കഥ പറഞ്ഞ് UDFനെ പ്രതിക്കൂട്ടിലാക്കാനാണ് ഇപ്പോൾ ഇടത് അനുകൂല മാധ്യമങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കുഴി തോണ്ടലിൽ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന ചില സത്യങ്ങൾ പുറത്തുവരികയാണ്. 1984-ൽ ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനായി സിനിമാ നടിമാരെ സന്നിധാനത്ത് കയറ്റിയതുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവാദം. അന്ന് ദേവസ്വം ബോർഡ് 7500 രൂപ രസീത് നൽകി ഷൂട്ടിങ്ങിന് അനുമതി നൽകിയെന്നും അത് UDF ഭരണകാലത്താണെന്നുമാണ് ഇവരുടെ വാദം. എന്നാൽ ഇവിടെയാണ് നാം വസ്തുതകൾ പരിശോധിക്കേണ്ടത്. അന്ന് ആചാരലംഘനം നടന്നപ്പോൾ അതിനെതിരെ നിയമ പോരാട്ടം നടത്തി വിജയിച്ച വി രാജേന്ദ്രൻ എന്ന വ്യക്തി ഇന്ന് തുറന്നു പറയുന്ന കാര്യങ്ങൾ ഇക്കൂട്ടർ സൗകര്യപൂർവ്വം മറച്ചുപിടിക്കുകയാണ്. നമ്പിനാർക്ക് ഈടുവത്തെ എന്ന തമിഴ് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് അന്ന് ആചാരലംഘനം നടന്നത്. അക്കാലത്തെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ വലിയ വീഴ്ചയെ അന്ന് തന്നെ കോടതി കയറ്റിയത് ഈ പ്രസ്ഥാനമാണ്. ജൂനിയർ വികടൻ എന്ന തമിഴ് മാസികയിൽ വന്ന ഒരൊറ്റ ഫോട്ടോ തെളിവായി സ്വീകരിച്ചുകൊണ്ട് റാന്നി കോടതിയിൽ വി രാജേന്ദ്രൻ നടത്തിയ പോരാട്ടം ചരിത്രമാണ്. ആ പോരാട്ടത്തിനൊടുവിൽ സംവിധായകനും നടിമാരും ഉൾപ്പെടെ 8 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. IPC 295A പ്രകാരം 3 വർഷം തടവും പിഴയും കിട്ടേണ്ട കേസായിരുന്നു അത്. ഒടുവിൽ കോടതി വിധിയിലൂടെ അവർക്ക് കനത്ത പിഴ അടക്കേണ്ടി വന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അന്ന് ആചാരലംഘനം നടന്നപ്പോൾ അത് തെറ്റാണെന്ന് കോടതി നിരീക്ഷിച്ചു എന്നതാണ്. അതായത് 1984-ൽ നടന്നതും 2019-ൽ പിണറായി സർക്കാർ പോലീസ് സംരക്ഷണത്തിൽ ചെയ്തതും ഒരുപോലെ തെറ്റാണെന്ന് ഈ പഴയ വിധിയിലൂടെ തെളിയുകയാണ്. അന്ന് കോടതിക്ക് മുൻപിൽ ഒരു ഫോട്ടോ തെളിവായി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കോടിക്കണക്കിന് ഭക്തരുടെ വേദനയും സർക്കാരിന്റെ ധാർഷ്ട്യവുമാണ് തെളിവായി നിൽക്കുന്നത്. ഈ ചാനൽ ഇപ്പോൾ ഈ പഴയ വാർത്ത ചികഞ്ഞെടുക്കുന്നത് എന്തിനാണ്? യുവതി പ്രവേശന വിഷയത്തിൽ നാണം കെട്ട് സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഇടതുപക്ഷത്തിന് ഒരു കച്ചിത്തുരുമ്പുണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ശ്രമം. UDF കാലത്തും ഇത് നടന്നില്ലേ എന്ന് ചോദിച്ച് തങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കാനാണ് അവർ നോക്കുന്നത്. പക്ഷേ അന്ന് തെറ്റ് ചെയ്തവരെ ശിക്ഷിച്ച ചരിത്രമാണ് UDFനുള്ളത് എന്ന് ഇവർ മറന്നു പോകരുത്. നിലവിൽ സുപ്രീം കോടതി ഈ കേസിൽ മലയാളി അഭിഭാഷകൻ K പരമേശ്വരനെ അമിക്കസ് ക്യൂറിയായി നിയമിച്ചിരിക്കുകയാണ്. 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ ഈ കേസ് വരുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന് വലിയൊരു പരീക്ഷണമാകും. അമിക്കസ് ക്യൂറിയുടെ നിയമനം മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ആദ്യത്തെ ചെക്കാണ്. വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് സർക്കാർ കോടതിയിൽ എന്ത് നിലപാടെടുക്കുമെന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. ചുരുക്കത്തിൽ 1984-ലെ സിനിമാ ഷൂട്ടിംഗ് വിവാദം ചികഞ്ഞെടുക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. അന്ന് നടന്നത് ആചാരലംഘനമാണെന്ന് കോടതി വിധിച്ചതുപോലെ നിങ്ങൾ ചെയ്ത ആചാരലംഘനവും കാലം വിചാരണ ചെയ്യും. പഴയ രേഖകൾ പൊടിതട്ടി UDFനെ തകർക്കാൻ നോക്കുന്നവർക്ക് മുന്നിൽ വിശ്വാസം സംരക്ഷിക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി UDF എന്നും ഉറച്ചു നിൽക്കും എന്ന് മാത്രം പറയട്ടെ.